കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രകളിൽ 140 മണ്ഡലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ പ്രാദേശികമായിട്ടുള്ള പലവിധ രുചി വൈവിധ്യങ്ങൾ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഈ മന്ത്രിസഭയ്ക്ക് കിട്ടി എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഗുണം അവർക്കോ കേരള ജനതയ്ക്കോ ഈ യാത്ര കൊണ്ടുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാത്തിനുമപ്പുറം നവകേരള സദസ്സ് എന്നത് കേരളത്തിൻ്റെ ഇന്നത്തെ ക്രമസമാധാന നില എത്രത്തോളം ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് എന്നതിൻ്റെ നേർചിത്രമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു പ്രതിഷേധമുണ്ടാകുന്ന സമയത്ത് അതിനെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്ന പോലീസുകാരിവിടെ ഉള്ളപ്പോൾ ആ സംവിധാനത്തിനെ മൊത്തം കാഴ്ചക്കാരാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് കുറേയധികം രാഷ്ട്രീയ പ്രവർത്തകർ നിയമം കയ്യിലെടുത്തുകൊണ്ട് മൃഗീയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെയെല്ലാം അടിച്ചമർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചത്? ഞാൻ ചോദിക്കുന്നത്, കേരള ഗവർണർ കോഴിക്കോട് തെരുവിലിറങ്ങി ആൾക്കാരുമായി അടുത്ത് ഇടപഴകിയപ്പോൾ അത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്നും പ്രോട്ടോകോൾ ലംഘനമാണ് എന്നുമൊക്കെ വലിയ വായിൽ നിലവിളിച്ച ആൾക്കാർ ഈ അക്രമ സംഭവങ്ങളൊന്നും തന്നെ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്? കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് എന്നത് വളരെ മികച്ചതാണ് എന്ന്. എന്നാൽ അതേ ദിവസം തന്നെയാണ് കേരള സർക്കാരിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ചെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ മുന്നിൽ പറയുന്നത് മറിയക്കുട്ടി ചേട്ടത്തിയുടെ പരാതിയിൽ സംസ്ഥാന സർക്കാരിന് വളരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന്. വളരെ മികച്ച ധനകാര്യ മാനേജ്മെൻറ്റ് ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നത്? നവകേരള സദസ്സ് ആരംഭിച്ചതിന് ശേഷം എത്രയോ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന് കോടതിയുടെ ഭാഗത്തു നിന്ന് നിശ്ചിതമായിട്ടുള്ള വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാവരും ചേർന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന നവകേരള സദസ്സ് അടുത്ത 2 ദിവസം കൊണ്ട് സമാപ്തിയിലേക്ക് എത്തുകയാണ്. എന്ത് പ്രഖ്യാപിത ലക്ഷ്യമാണ് ഈ നവകേരള സദസ്സ് ഇതുവരെ കൈവരിച്ചിരിക്കുന്നത്? സത്യത്തിൽ കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ എത്ര പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്നതിൻ്റെ നേർചിത്രമാണ് ഈ നവകേരള സദസ്സ് നമുക്ക് കാണിച്ചു തന്നത്. പല സ്ഥലങ്ങളിലും ആദ്യം മുതൽ തന്നെ പ്രതിഷേധിക്കുന്ന ആൾക്കാരെയെല്ലാം കൈകാര്യം ചെയ്തത് പോലീസുകാരായിരുന്നില്ല, നേരെ മറിച്ച് രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിപാടിയെ കേവലം ഒരു പാർട്ടി പരിപാടി എന്ന രീതിയിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമുണ്ടായാൽ ആ ആൾക്കാരെയെല്ലാം മർദ്ദിക്കുന്നതിന് വേണ്ടി തയ്യാറായി വന്ന യുവജന പ്രസ്ഥാനങ്ങളിലുള്ള കുറേയധികം ചെറുപ്പക്കാരാണ് ഈ നവകേരള സദസ്സിനെ ഏറ്റവും നശിപ്പിച്ചത് എന്ന് കൃത്യമായിട്ട് പറയാം. ആദ്യം സമാധാനപരമായ പ്രതിഷേധം നടത്തിയ എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്ത ആൾക്കാർ പിന്നീട് തങ്ങളോടൊപ്പമുള്ള ആൾക്കാരെ പോലും തല്ലുന്ന അവസ്ഥയിലേക്ക് വന്നു. അത് പിന്നീട് ആൾ മാറി തല്ലിയതാണ് എന്ന രീതിയിലൊക്കെ തന്നെ നമ്മൾ കേൾക്കുകയും ചെയ്തു. അപ്പോൾ ഒപ്പമുള്ളയാളാണോ എതിർക്കുന്നയാളാണോ എന്നൊന്നും തന്നെ യാതൊരുവിധ പരിഗണനകളും കൂടാതെ കണ്ണിന് മുന്നിൽ കാണുന്ന ആൾക്കാരെയെല്ലാം തല്ലാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ധൈര്യം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടി. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുത്തഴിഞ്ഞ നിലയിലേക്ക് കുറേയധികം രാഷ്ട്രീയ പ്രവർത്തകർ പെരുമാറുന്നതിന് വേണ്ടി കേരളത്തിനെ ഒരു കളമാക്കി മാറ്റിയത്? കൃത്യസമയത്ത് മുഖ്യമന്ത്രി ഉചിതമായ രീതിയിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ പിന്നീട് ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ ക്രൂരമായി മർദ്ദിക്കുകയും പൂച്ചട്ടിയും ഹെൽമറ്റും ഒക്കെ ഉപയോഗിച്ച് അയാളുടെ തലക്കിട്ടടിക്കുകയും ഒക്കെ ചെയ്തിരുന്നപ്പോൾ അത് കേവലം രക്ഷാപ്രവർത്തനമാണ് എന്ന രീതിയിലത്തേക്ക് മുഖ്യമന്ത്രി വ്യാഖ്യാനിക്കുകയും അത് ഇന്നുവരെ അദ്ദേഹം തുടർന്ന് ആവർത്തിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ ഇടതുപക്ഷ പ്രവർത്തകരുടെ തെറ്റായിട്ടുള്ള ഇടപെടലിനെ ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലാണ് എന്ന നിലയ്ക്കാണ് മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ചത്. അങ്ങനെ വ്യാഖ്യാനിച്ചത് കൊണ്ട് തന്നെയാണ് അത്തരക്കാർക്ക് വർദ്ധിത വീര്യമുണ്ടായതും പിന്നീട് യാതൊരു വിധത്തിലുള്ള പരിഗണനകളും കൂടാതെ ക്രൂരമായ ശക്തി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പലയിടത്തും തയ്യാറായതും. പിന്നീട് ഈ അവസാന ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ തല്ലുകയും സ്വന്തം കൂട്ടത്തിലുള്ള ആൾക്കാരെ ആളുമാറി തല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധ പാലിക്കുകയും ചെയ്തിരുന്ന കുറേയധികം ആൾക്കാർ. ഞാൻ ചോദിക്കുന്നത്, കേരള ഗവർണർ കോഴിക്കോട് തെരുവിലിറങ്ങി ആൾക്കാരുമായി അടുത്ത് ഇടപഴകിയപ്പോൾ അത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്നും പ്രോട്ടോകോൾ ലംഘനമാണ് എന്നുമൊക്കെ വലിയ വായിൽ നിലവിളിച്ച ആൾക്കാർ ഈ അക്രമ സംഭവങ്ങളൊന്നും തന്നെ കണ്ടില്ലേ? ഒരു പ്രതിഷേധമുണ്ടാകുന്ന സമയത്ത് അതിനെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്ന പോലീസുകാരിവിടെ ഉള്ളപ്പോൾ ആ സംവിധാനത്തിനെ മൊത്തം കാഴ്ചക്കാരാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് കുറേയധികം രാഷ്ട്രീയ പ്രവർത്തകർ നിയമം കയ്യിലെടുത്തുകൊണ്ട് മൃഗീയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെയെല്ലാം അടിച്ചമർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചത്? ഇനി നവകേരള സദസ്സ് എന്നത് ആൾക്കാരുമായി സംവദിക്കുന്നതിനുള്ള ഒരു വേദിയാണ് എന്ന് പറഞ്ഞു. എത്ര സ്ഥലങ്ങളിലാണ് ഇങ്ങനെയുള്ള ആശയ സംവാദങ്ങൾ സാധ്യമായത്? ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ആൾക്കാരുമായി സംവദിക്കുന്നതിന് തയ്യാറായോ? പ്രഭാത ഭക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൗരപ്രമുഖരായിട്ടുള്ള കുറേ ആൾക്കാരെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ അവിടെ ക്ഷണിച്ചിരുത്തി അവരുമായി എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചു എന്നതിനപ്പുറത്തേക്ക് നവകേരള സദസ്സിൻ്റെ ഏതെങ്കിലും ഒരു വേദിയിൽ ആൾക്കാർക്ക് മുഖ്യമന്ത്രിയോടും മറ്റു മന്ത്രിമാരോടും അവരുടെ വകുപ്പുകളെപ്പറ്റി തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെ തന്നെ ഒരു ആശയ സംവാദം നടത്തുന്നതിനുള്ള എന്തെങ്കിലും ഒരു സാധ്യത നിങ്ങൾ തുറന്നോ? ഇല്ല എന്നാണ് അതിൻ്റെ മറുപടി. അതോടൊപ്പം തന്നെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ നിന്നുള്ള പരാതികളും സ്വീകരിക്കും
എന്നൊക്കെ ആദ്യം ഇടതുപക്ഷ പ്രവർത്തകർ പറഞ്ഞിരുന്ന സമയത്ത് നിന്ന് പരാതി എന്ന വാക്ക് തന്നെ മാറ്റി പിന്നീട് നിവേദനം എന്ന നിലയ്ക്കതാക്കുകയും ഇടതുപക്ഷത്ത് നിന്ന് തന്നെയുള്ള കേരള കോൺഗ്രസിന്റെ ഒരു MP ശ്രീ തോമസ് ചാഴികാടൻ തന്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട 2-3 പരാതികൾ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെയല്ലേ അദ്ദേഹത്തിന് ഈ പരിപാടിയുടെ അന്തസ്സത്ത എന്താണ്, ഇതെന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് എന്നതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ബോധവുമില്ല എന്ന് പരസ്യമായി പറഞ്ഞ് ആക്ഷേപിച്ചത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളോട് ഉത്തരവാദിത്ത ബോധമുള്ള ആത്മാഭിമാനമുള്ള ഒരു ഘടകകക്ഷി പ്രതികരിക്കേണ്ടുന്ന രീതിയിൽ ആ കക്ഷിക്ക് പ്രതികരിക്കാനെങ്കിലും സാധിച്ചോ? കഴിഞ്ഞ ദിവസം എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്? കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് എന്നത് വളരെ മികച്ചതാണ് എന്ന്. എന്നാൽ അതേ ദിവസം തന്നെയാണ് കേരള സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ചെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുന്നിൽ പറയുന്നത് മറിയക്കുട്ടി ചേട്ടത്തിയുടെ പരാതിയിൽ സംസ്ഥാന സർക്കാരിന് വളരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന്. വളരെ മികച്ച ധനകാര്യ മാനേജ്മെന്റ് ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നത്? പണമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയാത്തത് എന്ന് സർക്കാരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുമ്പോൾ കോടതി തിരിച്ചു ചോദിച്ചത് ഇവിടെയുള്ള ഓരോ മലയാളിയും കേരള സർക്കാരിനോട് ചോദിക്കാൻ ഉദ്ദേശിച്ച അതേ ചോദ്യം തന്നെയാണ്. പണമില്ല എന്ന് കരുതി സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ആഘോഷ പരിപാടി നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ എന്ന്. ഒരു വേള കഴിഞ്ഞ അരക്കൊല്ലത്തോളമായിട്ട് തനിക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല, അത് മുടങ്ങിക്കിടക്കുകയാണ് എന്നൊരാൾ പരാതിപ്പെടുന്ന സമയത്ത് ആ പരാതി പോലും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരിയെ കൂടി ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ അവിടെ ശ്രമിച്ചത്. ഇതുമാത്രമല്ല, നവകേരള സദസ്സ് ആരംഭിച്ചതിന് ശേഷം എത്രയോ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന് കോടതിയുടെ ഭാഗത്തു നിന്ന് നിശ്ചിതമായിട്ടുള്ള വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആൾക്കാരെ നിർബന്ധമായി പങ്കെടുപ്പിക്കുന്നതിൻ്റെ പേരിൽ, കളക്ടർമാർ വഴി പണപ്പിരിവ് നടത്തുന്നതിൻ്റെ പേരിൽ, സ്കൂൾ കുട്ടികളെ ഇത്തരത്തിലുള്ള പരിപാടികളിൽ നിർബന്ധമായി പങ്കെടുപ്പിക്കുന്നതിൻ്റെ പേരിൽ, സ്കൂൾ കുട്ടികളെ വഴിയരികിൽ ചിയർ ലീഡർമാർ പോലെ നിർത്തിയിരിക്കുന്നതിൻ്റെ പേരിൽ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ, സ്കൂളുകളിലെ കുട്ടികൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബസ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ, നവകേരള സദസ്സിന്റെ വേദികൾക്കായിട്ട് ഹൈക്കോടതി ഉത്തരവിനെ മറികടന്നുകൊണ്ട് ക്ഷേത്ര പരിസരങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഒക്കെ തന്നെ എത്രയോ വിഷയങ്ങളിലാണ് നിങ്ങളെ ഹൈക്കോടതി എടുത്തിട്ട് തട്ടിയത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പറയുകയാണ് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് നവകേരള സദസ്സിനെ, പ്രതിപക്ഷം അതിനെ വെറുതെ എതിർക്കുകയാണ് എന്ന്. എന്തിനാണ് ജനങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നത്? സപ്ലൈകോയിൽ കൃത്യമായി ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിലോ, ക്ഷേമ പെൻഷൻ ഏതാണ്ട് അരക്കൊല്ലത്തോളമായിട്ട് മുടങ്ങിക്കിടക്കുന്നതിൻ്റെ പേരിലോ, ട്രഷറി നിയന്ത്രണം കടുപ്പിച്ചതിൻ്റെ പേരിലോ, സാധാരണക്കാരൻ്റെ ജീവിതം ഏറ്റവും ദുരിതപൂർണ്ണമാക്കുന്ന രീതിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഒരു പരിപാടിയെ, വെറും ഒരു PR പരിപാടിയെ ആൾക്കാർ എന്തിൻ്റെ പേരിലാണ് സ്വീകരിക്കേണ്ടത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാത്തിനുമപ്പുറം നവകേരള സദസ്സ് എന്നത് കേരളത്തിൻ്റെ ഇന്നത്തെ ക്രമസമാധാന നില എത്രത്തോളം ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് എന്നതിൻ്റെ നേർചിത്രമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഗുരുതരമായിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങളെ, നിയമലംഘനങ്ങളെയൊക്കെ തന്നെ രക്ഷാപ്രവർത്തനമായി ചിത്രീകരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് മുഖ്യമന്ത്രി ഇനിയെങ്കിലും പിന്മാറണം എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. നവകേരള സദസ്സ് എന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയമാണ്. ആ യാത്രയും പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയമാണ്. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രകളിൽ 140 മണ്ഡലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ പ്രാദേശികമായിട്ടുള്ള പലവിധ രുചി വൈവിധ്യങ്ങൾ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഈ മന്ത്രിസഭയ്ക്ക് കിട്ടി എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഗുണം അവർക്കോ കേരള ജനതയ്ക്കോ ഈ യാത്ര കൊണ്ടുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയെങ്കിലും ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നതിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.